ഇനി കളികൾ ഗൈസ് വേറെ ലെവലായിരിക്കും. നമ്മളങ്ങനെ ആ ഒരു സാധനം ഇറക്കാനായിട്ട് പോകുവാണ്. ഞാൻ ഈ ഒരു ഹൈ ക്രോസ് എടുത്ത ടൈമിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു കിടുക്കൻ ഒരു സാധനം കൂടെ ഞാൻ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഞാൻ ഒന്നെങ്കിൽ ഒരു സൂപ്പർ കാർ എടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫ് റോഡ് കാർ എടുക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഗൈസ് ആ ഒരു സാധനം ഒന്നുമല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ തമ്പനയിൽ എന്തായാലും സംഭവം കണ്ടു കാണുമായിരിക്കും ഞാൻ എന്താണ് എടുത്തത്. ഇപ്പം മിക്ക യൂട്യൂബേഴ്സ് എടുക്കുന്ന ഒരു വണ്ടിയാണ് സ്റ്റാലിയൻ. അപ്പോൾ എനിക്കും അത് ഓടിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി കിട്ടാനായിട്ട് നല്ല പാടാണ്. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അവസാനം ഗൈസ് ഒരു കാട്ടിനകത്ത് കിടന്ന് ഈ ഒരു വണ്ടി എനിക്ക് കിട്ടി കേട്ടോ. വണ്ടിയുടെ കണ്ടീഷനാണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഞാൻ ആ ഒരു വണ്ടി സ്വന്തമാക്കിയതിന് ശേഷം അങ്ങനെ നിങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതിലൊരു രസം കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഒരു വണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്കാണ് അങ്ങ് കൊണ്ടുപോയിട്ട് വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് ഒരു പുത്തൻ വണ്ടിയായിട്ട് ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് പോകുവാണ്. ഇനി നമ്മൾ ഓഫ് റോഡിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്റ്റാലിയനിലായിരിക്കും പോകുന്നത്. വണ്ടി വേറെ ലെവലാണ്. ഞാൻ ഇതുവരെ ഓടിച്ച് നോക്കിയില്ല. അന്ന് നമ്മൾ കൊണ്ടുവന്ന ടൈമിൽ വണ്ടി ഓടിക്കാൻ പറ്റിയ കണ്ടീഷനിലൊന്നും അല്ലായിരുന്നു. ഇപ്പം എന്തായാലും വണ്ടി പക്ക കണ്ടീഷൻ ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് ആ ഒരു വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുവാണ്. ഞാൻ ഈ ഒരു മാസം ഇങ്ങനെ എണ്ണി തീർക്കുമായിരുന്നേ. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അത്യാവശ്യം ദൂരമുള്ളൊരു വർക്ക്ഷോപ്പിലാണ് നമ്മുടെ വണ്ടി കൊടുത്തത്. അങ്ങനെ ഏതെങ്കിലും വർക്ക്ഷോപ്പിലൊന്നും നമ്മുടെ വണ്ടി കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. മൊത്തം വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ തന്നെ നമ്മുടെ വണ്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഏതെങ്കിലും കേസ് ഒരു ഷോർട്ട് കട്ട് വഴി കയറി പോകാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഇതുവഴി ഷോർട്ട് കട്ടൊന്നും കയറി പോകാനായിട്ട് പറ്റത്തില്ല. കാരണം എല്ലാം വൺ വേ ഒക്കെയാണ് കേട്ടോ. ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് റോങ് സൈഡാണ്, വൺ വേ ആണ്. അപ്പം ഓപ്പോസിറ്റ് വേറെ വണ്ടി വന്ന് കഴിയുവാണെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. എന്തായാലും ഇപ്പം വേറെ വണ്ടിയൊന്നും വന്നില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതുമാത്രമല്ല പോലീസ് വല്ലതും കണ്ടു കഴിയുവാണെങ്കിലും പെറ്റിയും വരും. ഓക്കെ, എന്തായാലും ഇനി ഞാൻ എന്തായാലും കേസ് അവിടെ എത്തിയിട്ട് വരാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു വണ്ടി കാണാനായിട്ട്. എന്തായാലും ഓടിക്കാനും വേറെ ലെവലായിരിക്കും. ഇനി ഓഫ് റോഡിംഗ് ഒക്കെ നമ്മൾ ഒരു പൊളിക്കുന്നതായിരിക്കുമേ. അങ്ങനെ കേസ് നമ്മുടെ വണ്ടി കിടക്കുന്ന വർക്ക്ഷോപ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിനകത്ത് തന്നെ കേസ് നമ്മുടെ ചെറുക്കൻ കിടപ്പുണ്ട്. പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയായിരുന്നു. ഈ പെയിൻ്റ് അല്ല, നമ്മൾ വേറെ പെയിൻറ്റ് ഉടനെ അടിക്കുന്നതായിരിക്കുമേ. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ഓഫ് റോഡ് ടയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ കേസ് ഒരു മാസീവ് ലുക്കാണ് വണ്ടി കാണാനായിട്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും കേസ് ഈ ഒരു വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റും. വണ്ടിക്ക് അങ്ങനെ വലിയ നീളമൊന്നും ഇല്ലാത്തത് കൊണ്ടേ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റാണ്. പക്ഷേ കേസ് നീളമില്ല കേട്ടോ. അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തായാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇടവഴി കൂടെ ഒക്കെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടി കണ്ടിട്ട് ഗൈസ് നമ്മുടെ നമ്മുടെ മുറ്റത്തേക്ക് ഈ ഒരു വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊന്നും കയറ്റാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ ഒരു വണ്ടി കണ്ടിട്ട് നമ്മുടെ മുറ്റത്തേക്ക് കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മാക്സിമം ഗൈസ് വീട്ടിൽ ചെന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ല പാടാണ്. മൈലേജും കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ കേസ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എടുത്താണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു വണ്ടി ഓടിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പം എനിക്കും ഈ ഒരു വണ്ടി വാങ്ങിച്ച് ഓടിക്കാനായിട്ടൊരു ചെറിയൊരു ആഗ്രഹമേ. അപ്പം ഞാൻ വേണ്ടത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലാണ്. എൻ്റെ മോനെ കേസ് ഇതൊരു വല്ലാത്ത ഫീലാണ്. നിങ്ങൾ ഓടിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇനിയും ഒരുപാട് വർക്കുകളൊക്കെ നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് ചെയ്യാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വേറെ ലെവലായിരിക്കും നമ്മുടെ വണ്ടി കാണാനായിട്ട്. അതിനു മുമ്പ് എനിക്കൊരു ഓഫ് റോഡ് പോകണം. ഓഫ് റോഡ് എന്തായാലും പൊളിക്കും നമ്മൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ഫസ്റ്റ് നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം വേറെ പ്ലാനും കാര്യങ്ങളൊക്കെ ഇടത്തുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി ഗൈസ് ഒരു ഹൈവേ വഴിയാണ് ഞാൻ വന്നത്. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ തിരിച്ചു പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കറങ്ങിയാണ് നമ്മൾ പോകുന്നത്. ഒരു മല വഴിയൊക്കെ കയറിയാണ് പോകുന്നത്. ഈ വണ്ടിയുടെ പവറൊക്കെ ഒന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പോകുന്നത്. ഇപ്പം ഇറങ്ങിയപ്പം തന്നെ ഗൈസ് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇറങ്ങിയപ്പം തന്നെ മഴ. ഏതാ വൈബ്! ഇതിൻ്റെ വൈപ്പറൊക്കെ നേരെ തിരിച്ചാണ് കേട്ടോ വരുന്നത്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു വണ്ടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഓടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം എന്ത് സ്മൂത്തായിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഒരു എന്താ പറയുക, ഒരു പുതിയ വണ്ടി ഓടിക്കുന്നൊരു ഫീലാണ് കേട്ടോ എനിക്കിപ്പം കിട്ടുന്നത്. ഇപ്പം റോഡ് സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ കുറേ കൊടികളും എന്താണ്ടൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ പറഞ്ഞാലും മൗണ്ടൻ നമ്മൾ കയറാനായിട്ട് പോകുകയാണ്. ഇതുവരെ മഴ നിന്നിട്ടില്ല.
നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ഇല്ലയോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ ദണ്ട് അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡൊക്കെ നോക്കുമ്പം ഗൈസ് നിങ്ങൾ നോക്കുമ്പം വളരെ സ്മൂത്ത് ഒരു റോഡാണ് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പം വേറെ ലെവൽ റോഡായിരിക്കും വരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ സെഡാസ്ത്രയം കൊണ്ട് ഗൈസ് ഈ ഒരു റൂട്ട് വന്നതാണ്. അന്ന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി കയറ്റാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെറുക്കനെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടൊന്നും കയറി പോകാനായിട്ട് പറ്റത്തില്ല, കാരണം അതുപോലത്തെ കയറ്റമായിരിക്കും. എന്തായാലും അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് ഒന്ന് ഞാൻ എടുത്തോട്ടെ. ഈ ഒരു മഴയത്ത് നമ്മുടെ സ്റ്റാലിയൻ ചെറുക്കൻ ഇവിടെ കിടക്കുന്നതിൻ്റെ ലുക്ക് അത് വേറെ ലെവലാണല്ലോ. അതിൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ നൈസായിട്ട് എടുത്തോട്ട്. വേണ്ട ഒരു ഇന്നോവ ക്രിസ്റ്റ സൈഡിൽ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി കണ്ട് നിർത്തിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ സ്റ്റാലിയൻ പോലെ ഇരിക്കുന്ന ഒരു ട്രക്ക് ബാക്കി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റാലിയൻ്റെ അത്ര ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടോ? എവിടെ വേണമെങ്കിലും ഗൈസ് നമുക്ക് കൊണ്ട് കയറ്റാനായിട്ട് പറ്റുമേ. കണ്ടോ, ബാക്കിലോട്ട് വലിയ നീളമില്ല. അടിപൊളി സാധനം. ഇതിൻ്റെ ടയർ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് ഗൈസ്, ഓഫ് റോഡ് ടയർ. അതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് കയറ്റാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, അപ്പം നമുക്കിനി നേരെ മുന്നോട്ടങ്ങ് പോയേക്കാം. ഇനി നമ്മുടെ മിക്ക ട്രിപ്പുകളും ഗൈസ് ഈ ഒരു വണ്ടിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഈ ഒരു വണ്ടിയിൽ ചെയ്യുന്നത് കുറച്ച് ടാസ്ക്കാണ്, കുറച്ച് ചിലവേറിയ സംഭവമാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു ആഗ്രഹത്തിന് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ ചിലവും കാര്യങ്ങളും ഒന്നും നോക്കത്തില്ല കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം കൺട്രോളൊക്കെ നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. കൺട്രോളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കൺട്രോള്, പിന്നെ ഏതിടവഴിയും കൊണ്ട് കയറ്റാനായിട്ട് പറ്റുന്ന ഒരു പവറും. ഇത്രയാണ് എനിക്ക് ആവശ്യം. അത് ഈ വണ്ടിക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം എന്നെ കൈവിടാണ്ടിരിക്കട്ടെ. അതെന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ആ വണ്ടി എന്തിനാണ് കേസ് നമ്മുടെ കുറുകെ കൊണ്ട് നിർത്തിയത്? അതെന്താണ്? പെട്ടെന്ന് കേസ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒറ്റ നിർത്തി. അവൻ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ വല്ലതും കൊണ്ട് നിർത്തിയാണോ? അതിനിങ്ങനെ തന്നെ കൊണ്ട് നിർത്തണോ? അതിന് മര്യാദയ്ക്ക് കൊണ്ട് നിർത്തണം കേട്ടോ മച്ചാനെ. അപ്പം നമുക്ക് എന്തായാലും കേസ് നേരെ അങ്ങ് കയറി പോയേക്കാം. റോഡിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ കുറേ വട്ടോളികളൊക്കെ വരും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ട വരും കേട്ടോ. ഒന്നാമതായിട്ട് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഇനി അതിൻ്റെ പുറകെയും കൂടെ പോകുമ്പം അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ലൊരു കുത്തനെ കയറ്റത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു കുത്തനെ കയറ്റത്തിലും നമ്മുടെ വണ്ടി ഒന്നും നിൽക്കാതെ കേസ് കയറിപ്പോകുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. ചില വണ്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കും, നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അനങ്ങത്തില്ല. പിന്നെ നമ്മൾ കുറേ കാലം കൊടുത്താലേ കേസ് വണ്ടി ഒന്ന് പെതിയെ കയറത്തുള്ളൂ. ഇതാണെങ്കിൽ പെതിയാണെങ്കിലും വണ്ടി കയറിപ്പോകുന്നുണ്ട്. ഇത് അത്യാവശ്യം വെയിറ്റുള്ളൊരു വണ്ടിയും കൂടെ ആണല്ലോ. ഇപ്പം ഫ്രണ്ടിൽ ആ ഓവർടേക്ക് ചെയ്ത പോയ ഒരു ട്രക്കൊക്കെ അതിനൊക്കെ വെയിറ്റ് ഒന്നും ഇല്ലാത്തതാണ്, സിമ്പിളായിട്ട് കയറി. പക്ഷേ നമ്മുടെ വണ്ടി അതുപോലല്ല, കുറച്ച് പവർഫുള്ളായിട്ടുള്ളൊരു, എവിടെ കൊണ്ടുപോയാലും ആരായാലും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു സാധനമാണ്. ആരും ഒന്ന് പേടിച്ചു നമ്മുടെ വണ്ടി കാണുമ്പോൾ. അതുപോലത്തെ ഒരു ലുക്കല്ലേ. ഏകദേശം മഴ അങ്ങോട്ട് മാറിയെന്നാണ് തോന്നുന്നത്. മഴ മാറിയാൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം തുടങ്ങിയ മഴയാണ്. നമ്മുടെ വണ്ടി എന്തായാലും പെതിയെ അങ്ങോട്ട് കയറുന്നുണ്ട്. ബാക്കിലൊരു ബസ് നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചത്താലും കേസ് അവനെ കയറ്റി വിടത്തില്ല. നമുക്കെന്തായാലും അവനെ കയറ്റി വിടാതെ മാക്സിമം ഒന്ന് നോക്കാം കേട്ടോ. നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവനങ്ങനെ കയറിപ്പോയാൽ എങ്ങനെ ശരിയാവും? ഇതുപോലെ കുറേ ബസ്സുകാർക്ക് കേസ് ഈ സൂക്കേടുണ്ട്. കയറി വരുന്നുണ്ട്. അങ്ങനെ നീ കയറിപ്പോകണ്ടടാ. നമ്മുടെ അടുത്തല്ലേ അവൻ്റെ കളി. ഇനി നമുക്ക് നേരെ ഒരു ഇറക്കമാണ് കേട്ടോ. നേരെ അങ്ങ് കത്തിച്ച് വിട്ടേക്കാം. ഇറക്കമൊക്കെ വീഴുമ്പം അത്യാവശ്യം നല്ല സ്പീഡ് നമ്മുടെ വണ്ടി പോകും കേട്ടോ. കുഴപ്പം ഈ വണ്ടിക്ക് ഞാൻ പിന്നെ പക്ക ബ്രേക്കിംഗ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രേക്കൊക്കെ ഈ ഒരു വണ്ടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ആ ഒരു ബസ്സുകാരൻ പുറകെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ പുറകെ മാക്സിമം കയറി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവനെ ഞാൻ കയറ്റി വിടത്തില്ല. നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ? അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. വണ്ടിക്ക് കൂളിംഗ് അടിക്കണമല്ലോ. കൂളിംഗ് അടിച്ചാലേ കേസ് ആ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം അവൻ വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് നോക്കും. കണ്ടോ, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. മച്ചാനെ നീ വാടാ, നീ വാ, നിന്നെ ഞാൻ ഇപ്പം കയറ്റി വിടാം കേട്ടോ. അപ്പോൾ ദണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പുറത്തെ ട്രാക്കിലേക്ക് വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൻ വേണമെങ്കിൽ അതേണ്ട ഇപ്പുറത്തെ ട്രാക്കിലോട്ട് കയറുന്നു. നീ ആ സൈഡിൽ കൂടെ കയറാൻ നോക്കുന്നോ? അങ്ങനെ നിന്നെ കയറ്റി വിടത്തില്ല. അതുകൊണ്ട് അവൻ അവിടെ നിർത്തിയോ? മടുത്താൻ തോന്നുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ കയറ്റി വിടും. പാവൻ ചെറുക്കനല്ലേ കേസ്, കറക്റ്റ് സമയത്തിന് ആൾക്കാരെ അവിടെ കൊണ്ട് വിടണമായിരിക്കും. നോക്കിയ സൈഡിൽ കൂടെ അവൻ കയറി വന്നു കേട്ടോ. എൻ്റെ പൊന്നോ കേസ്, നമ്മളെ ഇടിച്ചാണ് അവൻ കയറി പോകാനായിട്ട് നോക്കുന്നത്. അങ്ങനെ നിന്നെ കയറ്റി വിടത്തില്ലടാ. നീ ഇത്ര അഹങ്കാരം കാണിക്കുവാണെങ്കിൽ എങ്ങനെ നിന്നെ കയറ്റി വിടുന്നത്? ഇപ്പം എന്തായാലും മിക്കവാറും കയറിപ്പോകും കേട്ടോ. മാക്സിമം ശ്രമിക്കുന്നുണ്ട് കയറി പോകാനായിട്ട്. ഞാൻ എന്തായാലും ഒന്ന് ഒതുക്കി കൊടുക്കട്ടെ.
ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ തേണ്ട് പോകുന്നു. ആഹാ, ഇനി നമുക്ക് അവനെ ഒന്ന് ഓവർടേക്ക് ചെയ്താലോ? അതെങ്ങനെ ഇരിക്കും? അതൊരു വൈബില്ല. അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ ചെറുക്കൻ പോകുന്നത്. എൻ്റെ പൊന്ന്, ദേണ്ട അങ്ങെയെന്ന്. നമ്മുടെ വണ്ടിക്ക് അതിലും പവറുണ്ട് കേട്ടോ. ഞാൻ കാല് കൊടുക്കാത്തതുകൊണ്ടാണ്. ദേണ്ട ഒരു ഇറക്കമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്തായാലും നമ്മൾ കയറി പോകുന്നതായിരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ മനസ്സിലാകുമല്ലോ. ഒരു വളവിനാണ് ഞാൻ കയറി പോകാനായിട്ട് നോക്കുന്നത്. എൻ്റെ മോനെ ഗൈസ്, അവിടുന്ന് വേറെ വണ്ടി വന്നില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. പക്ഷെ അവൻ ഒരു തരത്തിലും ഗൈസ് വിട്ട് തരുന്നില്ല കേട്ടോ. റിവഞ്ചാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു റിവഞ്ചും നമ്മുടെ അടുത്ത് നടക്കത്തില്ലെന്ന് നീ ആദ്യം മനസ്സിലാക്കിക്കോ. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും സൈഡ് നിർത്തുന്നതായിരിക്കും. കണ്ടോ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഗൈസ്. നമ്മുടെ അടുത്ത അവൻ്റെ കളി. അയ്യോ എൻ്റെ മോനെ ഗൈസ്, അടിപൊളി വളവ്. ഓക്കെ, എന്തായാലും വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി കേട്ടോ. വേറെ വണ്ടി വല്ല ആയിരുന്നെങ്കിൽ കറങ്ങി തിരിഞ്ഞ് വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്നേനെ. അടിപൊളി സാധനം ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ നാളെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാണ്ടിരിക്കുക. വീട്ടിലേക്ക് വണ്ടി കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം.